എന്നെ ആരോ സേവ് ചെയ്തതാണെന്നും ഞാൻ നടത്തിയത് ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവനൊന്നും ഇനിയും ഉദിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനോടൊക്കെ പുച്ഛമല്ലാതെ എന്താ പറയേണ്ടത്? കഴിഞ്ഞ എന്റെ മുമ്പത്തെ 4th സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നെന്ന്. അത് റോബിൻ ആരാ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ? റോബിനെ ജനം എന്തുകൊണ്ടാണ് ഇത്രയും കോമാളിയാക്കി മാറ്റാൻ പോയതെന്ന് വെച്ചാൽ ഈ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം റോബിൻ അവിടെ മത്സരാർത്ഥിയല്ല. റോബിൻ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് എന്തോട് ആദ്യം ഇരുന്ന് ഡയലോഗ് അടിച്ചത്? കുഞ്ഞുങ്ങളെ നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ, ഞാൻ അതിന് തൊട്ട് മുമ്പത്തെ സീസണിൽ പോയി ഞാൻ അലറിയതും എടുത്തതും പിടിച്ചതും ഒക്കെ തന്നെ എന്റെ ഫേക്ക് ആയിട്ടുള്ള ഗെയിമായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചതൊക്കെ ഫേക്കാണ്. ഞാൻ ഇതാണ് ഒറിജിനൽ റോബിൻ. ഞാൻ പാവമാണ്. ഞാൻ എല്ലാവരുടെ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത്? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ പതുക്കെ സംസാരിക്കൂ, നിങ്ങൾ ഒച്ച താഴ്ത്തി സംസാരിക്കൂ, നിങ്ങൾ എന്തിനാണ് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉപദേശം തന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരാള് ബിഗ് ബോസിലെ മത്സരാർത്ഥിയല്ല, ഗസ്റ്റ് ആയിട്ട് വന്നാണ്. വരിക പോവുക എന്നുള്ള പണി അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പോവുക. അപ്പൊ അവിടെ വന്നിട്ട് ബാക്കി ഇരുന്ന് ജുനൈസിനെ തോണ്ടി വിട്ട് അകത്ത് പോയിട്ട് പരാതി കൊടുപ്പിക്കുന്നു. രഹസ്യമായിട്ട് സാഗറിനെതിരെ ഒരു പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെ നമ്മളകത്ത് വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്താണ്. ആ റോബിൻ ഇപ്പൊ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം, റോബിന്റെ വിക്ടിമായിരുന്ന റിയാസ് തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്, അഖിൽമാരാർ ചെയ്തേക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ല. ബിഗ് ബോസിന്റെ രീതിയിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലത്. കൈയൂങ്ങി ഒരു മനുഷ്യനെ തല്ലുന്നതും ഷോൾഡർ കൊണ്ട് പോയിട്ട് ചുമ്മാതെ ഒന്ന് തട്ടിവിടുന്നതും ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമാതിരി കഴുതകളൊക്കെ വന്നിരുന്നിട്ട് 2 ദിവസം ഇരുന്ന് പഠിച്ചു പറയേണ്ട കാര്യം ഞാൻ പറയാം. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ സമയത്ത് ആരുടെ പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിച്ചത്? അഖിൽമാരാരുടെ പരിപാടിയാണോ? കഴിഞ്ഞ സീസണിന്റെ വിന്നറായ എന്നെ അവിടെ അതിഥിയായിട്ട് വിളിക്കുകയാണോ? അതോ സീസണിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വിട്ടുന്ന റിനോഷിനെയും ജുനൈസിനെയും കൂടെ അവിടെ വിളിക്കുകയാണോ ചെയ്യേണ്ടത്? എന്നിട്ട് തന്നെ 50ാമത്തെ ദിവസം വരുന്ന സമയത്ത് റിനോഷിന്റെയും ജുനൈസിന്റെയും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കാനെന്ന് സൂപ്പർ സ്റ്റാറുകളായ റിനോഷിനും ജുനൈസിനും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന പുതിയ മാമാങ്ക, പുതിയ നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു റീല് വീഡിയോ ചെയ്ത് റിനോഷ് ഇട്ടേക്കുന്നു. അപ്പൊ റിനോഷിന് എനിക്കെതിരെ പ്രതിഷേധിച്ചല്ലേ പറ്റൂ? ഞാൻ റിനോഷിനെതിരെ എന്തെങ്കിലും വല്ല അക്ഷരം പറഞ്ഞോ? ഞാൻ എന്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളെ എപ്പോഴും ചേർത്ത് പിടിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ലൈം ലൈറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യം, എടാ മണ്ടൻ കിണാപ്പാ, ഞാൻ വെറും ഒരു മാസം മുമ്പ് എന്റെ വീടിന്റെ പാലുകാച്ച് എന്ന് പറയുന്നത് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഞാൻ ഇട്ടേക്കുന്ന ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന റീല്, അതിന് 3, 4, 5 മില്യൺ വ്യൂസ് ആണ് അതിന് വന്നേക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുത്ത പരിപാടി IPL-ന്റെ പരിപാടിയിൽ ഞാൻ ഗസ്റ്റായിട്ട് പോവുകയും അവിടെ കമന്റേറ്ററായിട്ട് ഇരിക്കുകയാണ് ഞാൻ ചെയ്തത്. സ്വയംവര സിൽക്സും ഫ്ലവേഴ്സ് ടിവിയും കൂടെ നടത്തിയ പ്രോഗ്രാമിനകത്ത്, കൊട്ടാരക്കര നടന്ന ഒരു വലിയ പ്രോഗ്രാമിനകത്ത് അവിടെയും ക്ഷണിക്കപ്പെട്ട അതിഥിയായ ജയറാമിനും പിഷാരടിക്കും ഒപ്പം ഞാൻ പോയിരിക്കും. മല്ലികാ സുകുമാരനൊപ്പം അവർ എന്നെയും അവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അതും ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോമഡി ഉത്സവം, എന്താ പരിപാടിയുടെ പേര്, സ്റ്റാർ മാജിക് പോലുള്ള പരിപാടിയിൽ എനിക്ക് തുടർച്ചയായിട്ട് വിളിച്ചിട്ടും പോകാതിരുന്നിട്ട് വിഷുവിന്റെ അന്ന് ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുക്കുകയും പിന്നീട് അവർ വീണ്ടും വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല, എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ് ചെയ്തത്. സിനിമയിൽ അവസരത്തെ കുറിച്ച് പറഞ്ഞാൽ ഷാജി കൈലാസ്, ഞാൻ ഇത്രയും നാളായിട്ട് ഇതൊന്നും ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്നോട് വിളിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്നും എന്നെ നായകനാക്കി ഒരു സിനിമ ചെയ്യണമെന്നും പഴയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് പോലത്തെ ഒരു സിനിമ, അഖിലിനെ കണക്കൊരു സാധാരണക്കാരൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്ന, തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സബ്ജക്ട് എനിക്ക് അഖിലിനെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നിലധികം തവണ അദ്ദേഹവുമായി ചർച്ച നടത്തുകയും അതിനൊരു നിർമ്മാതാവ് വരികയും സബ്ജക്റ്റിന്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണത വരാത്തത് കൊണ്ട് പിന്നീട് മീറ്റിംഗുകൾ നടത്താൻ പറ്റാതെ പോവുകയാണ് പിന്നീട് ചെയ്തത്. മേജർ രവി സാർ എന്നെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും അതിന് അഡ്വാൻസ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തിരക്ക് വരുന്നു, അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു ഹാർട്ടിനൊരു പ്രശ്നം വരുന്നു. അങ്ങനെ പലവിധ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടും അതിന്റെ നിർമ്മാതാക്കൾ തൊട്ടുമുമ്പ് ചെയ്തു വെച്ചേക്കുന്ന സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടതുകൊണ്ടും അതിനൊരു ഗ്യാപ്പ് വന്നതാണ്. എനിക്ക് സംവിധാനം ചെയ്യാനും എന്റെ തിരക്കഥയിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിന് അഡ്വാൻസ് വാങ്ങി അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ്. നമ്മൾ കാരണം സിനിമ ഇനി ചെയ്യുമ്പോൾ അത് അത്രയും നല്ലൊരു പരിപാടി അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞ അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാതാക്കളും ആൻഡോ ജോസഫ് ആയാലും വിജയബാബു ആയാലും ഇവരുമായിട്ടെല്ലാം വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതും ഈ അടുത്തിടെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ടുള്ള ഡിജോ ജോസ് ആന്റണി എന്റെ ഫ്ളാറ്റിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊരു സബ്ജക്ട് സംസാരിച്ചപ്പോൾ ഇത് അഖിലിനെ വെച്ച് ചെയ്താൽ, അഖിൽ അഭിനയിച്ചാൽ മതി, അഖിലിനെ വെച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും, അഖിൽ ആലോചിച്ചോ, അത് ഡയറക്ഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തതാണ്. ഇതിന്റെ എല്ലാം പിന്നാലെ അങ്ങ് മൂവ് ചെയ്താൽ പോരെ? അപ്പൊ ഇതേ സമയം ഒരു വേലയും കൂലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ആരാണ്? ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജനം മറന്നുപോയിട്ടുള്ള ആൾക്കാർ അഖിൽമാരാരുടെ പേരിൽ ചുളുവിന് പ്രശസ്തരാവാൻ നടക്കുന്നു. ഏഷ്യാനെറ്റ് എന്തെങ്കിലും നക്കാപ്പിച്ച നിങ്ങൾക്ക് വെച്ച് നീട്ടിത്തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മേടിച്ച് തിന്നണം. പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. എടാ, ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല ഇത്.
2010 മുതൽ ഞാൻ ഇനി ഒന്നും വേണ്ട, യൂട്യൂബിൽ പോയിട്ട് എന്നെ കുറിച്ചിട്ട് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ കിടപ്പുണ്ട്. എന്നെ കുറിച്ച് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ ചുമ്മാ അതിൽ നിന്ന് കേട്ടു